ഫ്രണ്ട്സ്, മഴതോരും മുൻപയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈജയന്തി സുനിതയോട് പറയുകയാണ്, നീ ചേച്ചി എന്നുള്ള വിളി എന്നെ വിളിക്കണ്ട, ഒന്നില്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ കൊച്ചമ്മ, ഇതിലേതെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമാവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സുനിത ഇങ്ങനെ ശരി കൊച്ചമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ബബിത അങ്ങോട്ട് വരിക. എന്നിട്ട് അമ്മയുടെ പ്രശ്നം എന്താ, അമ്മ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്, ഞങ്ങളിവിടുത്തെ പണികൾ ചെയ്തെന്നോർത്ത് എന്താ, ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഇവിടെ ഒരു ജോലിക്കാരുടെ ആവശ്യമുള്ളൂ, ഈ ചേച്ചീനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, അത് നിനക്കൊന്നും മനസ്സിലായില്ല ഇത്ര നേരമായിട്ട്, നിനക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തരാനും ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും. അപ്പോൾ ബബിത ചോദിക്കും, അതിനെന്താ, അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വൈജയന്തിനെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയും, ബബിതേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഞാനാ തീരുമാനം എടുക്കുന്നത്, അതുകൊണ്ട് അതന്നും ഇന്നും അങ്ങനെ തന്നെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചു എന്നിങ്ങനെ പറയും. അപ്പോൾ ബബിത പറയും, ഇതെന്താ പട്ടാള ഭരണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ എന്ത് ഭംഗിയിലാണ് ഞാനും കൃഷ്ണമോളും രോഹിയേട്ടനും കൂടി ഇവിടെ സന്തോഷത്തിലും സമാധാനത്തിലും പണിയെടുത്തുകൊണ്ടിരുന്നതാ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ വൈജയന്തി പറയും, നീയൊക്കെ പറയണമെന്ന് ഞാൻ കേൾക്കാം, പക്ഷേ നീയൊക്കെ ചിലവിന് തന്നെ സമയമാകുമ്പോൾ ആ കാലത്ത് എനിക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ മാത്രം ഞാൻ നിന്നെയൊക്കെ അനുസരിക്കാം, അതുവരെ നീയൊക്കെ ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കൃഷ്ണമോൾ വരും. അപ്പോൾ നമ്മുടെ ബബിത പറയും, ഒരു കാര്യം അമ്മേനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത പണിങ്ങി പോവാം. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയും, അമ്മയ്ക്ക് എന്താ, ഞങ്ങളിവിടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടു കൂടി എന്ത് ചിരിച്ച് കളിച്ചാൽ ഓരോ പണികൾ ചെയ്യുന്നത്, ഓരോ പണികളും ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും, അലീന ചേച്ചിയും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ പണികളൊക്കെ തീരുമായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ വൈജയന്തി പറയും, അലീന ആ നശിച്ചവളുടെ കാര്യം ഇവിടെ പറയരുതെന്ന് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ടേ, നീയൊക്കെ ഇപ്പം പഠിക്കേണ്ട സമയമാണ്, ഈ സമയത്ത് വീട്ടുപണി ഞാനല്ല, അന്നേ അവൾക്ക് സപ്രപഞ്ചക്കട്ടിലിൽ കിടന്ന് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചത്, അതൊന്നും നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയും. പിന്നെ നീയൊക്കെ എന്തുദ്ദേശിച്ചാണ് രോഹിത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, ഞാൻ പലതവണ കണ്ടു, നിൻ്റെയൊക്കെ ഡ്രസ്സ് അയൺ ചെയ്ത് വരെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും. അവനൊരാണല്ലേ, ആണുങ്ങളെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യിപ്പിക്കാവോ? അപ്പോൾ കൃഷ്ണമോളിക്ക് അതിനെന്താ എന്ന് ചോദിക്കും. പറയും, എടി അതിന് വേറൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ആണുങ്ങൾ പണി ചെയ്ത് കഴിഞ്ഞാൽ അവർ കെട്ടിക്കൊണ്ടുവരുന്ന അച്ഛന്മാരും മടിച്ചുകളായി പോകും, അവർക്ക് നല്ലോണം ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും, നല്ലോണം ഫുഡ് ഉണ്ടാക്കുന്ന ആണുങ്ങൾക്ക് ഭാര്യമാരുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമല്ലാതെ വരും, അങ്ങനെ വരുമ്പോൾ അത് തക്കം കണ്ട് ഭാര്യമാർ അവരെ അടിച്ചിരുത്താനായിട്ടും വീട്ടുപണി എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയും, അതിന് രോഹിയേട്ടന് അതിനെന്താ കുഴപ്പം, രോഹിയേട്ടന് സാമ്പാറുണ്ടാക്കാനും അവിയലുണ്ടാക്കാനും പുളിശ്ശേരി ഉണ്ടാക്കാനും സൂപ്പറായിട്ട് അറിയാമെന്ന് പറയും. അപ്പോൾ വിജയൻ പറയും, നിന്നോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയും, അതിനെന്താ അമ്മേ, ഇപ്പം ആണുങ്ങൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, എടി നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആ ബാലചന്ദ്രൻ ഒരു ഗ്ലാസ് അടുക്കളയിൽ വന്ന് കഴുകി വെക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അലീന ചേച്ചിയെ പോലെയുള്ള ഒരാൾ അച്ഛന് കുടുങ്ങില്ലാതായിപ്പോയി, അല്ലെങ്കിൽ അച്ഛനും പഠിച്ചേനെന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, എന്നിട്ട് അവളുണ്ടായിരുന്ന കാലത്തോ അന്നേരവും പഠിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ പറയുകയാണ്, ബബിതേച്ചി പറയുന്നത് നേരാണ്, അമ്മയുടെ അടുത്തേക്ക് സംസാരത്തിന് വരാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൃഷ്ണമോളും അങ്ങോട്ട് പോട്ടെ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ചൂട് പിടിച്ച് നിന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ മുറ്റത്തിരുന്ന് സിറ്റൗട്ടിൽ നിന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ബബിത അങ്ങനെ പിണങ്ങിയ പോലെ വരും. എന്നിട്ട് പറയും, അച്ഛൻ ഇതൊന്നും കാണുന്നില്ലേ, അച്ഛനെന്താ കാണാത്ത പോലെ നടക്കുന്നു, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അപ്പോൾ എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെ ഇവിടെ ഞങ്ങളൊന്നും ചെയ്യിക്കുന്നില്ലെന്നേ, ആ വേലക്കാരി ഉണ്ടാക്കുന്ന തന്നെ എന്തെങ്കിലുമൊക്കെ തിന്ന് എവിടെയെങ്കിലും കിടക്കണം എന്നാണ് അമ്മ പറയണതെന്ന് പറയും. അപ്പോൾ പറയും, അലീന ചേച്ചിയുടെ പറയുന്ന പേര് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എരിഞ്ഞു കയറും എന്നൊക്കെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ ഇവിടെ ഇരിക്കുക എന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കും, ഇപ്പം എന്താ പ്രശ്നം, നിങ്ങൾക്ക് അടുക്കളയിൽ പണി ചെയ്യാൻ പറ്റാത്തതാണോ, അതോ അലീന ചേച്ചി പറഞ്ഞു തന്നത് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കും. പഠിപ്പിച്ചത് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അതൊന്നും അറിയില്ല, അച്ഛൻ അതേ കൺഫ്യൂഷൻ ആക്കുന്നതെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, മോളൊന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ, അവിടെ എന്തിനും ഇവിടെ നിന്ന് പോയത് അലീന ചേച്ചി? അപ്പോൾ ബബിത പറയും, എനിക്കറിഞ്ഞൂടാ എന്തിനാ പോയെന്ന്, ഒരാവശ്യമില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അല്ല അവൾ പോയത് എന്തിനാ, നിങ്ങളുടെ അമ്മേനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാനില്ലേ, പിന്നെ നിങ്ങൾക്കൊരമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അമ്മേനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവൾ പോയത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിക്കും എന്നിങ്ങനെ പറയും.
കൃഷ്ണമോളും രോഹിത്തും എന്ത് ചെയ്യും, അവരൊക്കെ ഒരു പണിയും ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് വിഷമിച്ച് അവരവരുടെ റൂമിൽ കയറി ഇരിക്കുവാന്ന് നമ്മുടെ ബബിത പറയാം. ബാല പറയും ആണോ, അന്ന് നമുക്ക് ഈ എല്ലാവരെയും വിഷമം മാറ്റാനായിട്ട് ഇന്നൊരു ഔട്ടിങ്ങിന് പോകാൻ തരും. അപ്പോൾ നമ്മുടെ ബബിതക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോഴും അന്ന് ചെല്ലി വേഗം പോയി റെഡിയാവും, ഇനി ഞാൻ ഇനി ഒരു പ്ലാനും എടുക്കുന്നില്ല എന്ന് ബാലൻ പറയാം. അങ്ങനെ വേഗം തന്നെ ബബിത സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയേക്കോ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് വൈജയന്തി റൂമിൽ നിന്ന് വരും. അപ്പോഴത്തേക്കും സുനിത ഡൈനിങ് ടേബിൾ നിറച്ചും പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വൈജയന്തി പറയും, ഇതൊക്കെ ഇവിടെ കല്യാണം ഉണ്ടോടി എന്ന് ചോദിക്കും. അപ്പോൾ സുനിത പറയും, അതെ, ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ആരും ഒരു കുറവും വന്നിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കണേ എന്നൊക്കെ സ്വയം പൊക്കി പറയാം. അപ്പോൾ വൈജയന്തി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എത്തിക്കും, ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ സമയത്ത് ബാലൻ മോളിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇങ്ങനെ വൈജയന്തി നോക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ പോയല്ലേ. ഈ സമയത്ത് തന്നെ താഴെ റൂമിൽ നിന്ന് ബബിതയും കൃഷ്ണമോളും രോഹിത് മോളിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വരും. അപ്പോൾ വൈജയന്തിക്ക് എല്ലാവരും ഇവിടെ പോവാം എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, അതെ, അച്ഛൻ പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, പഞ്ചാബി ബിരിയാണി, പഞ്ചാബി ഹൗസിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവാണ്, ഔട്ടിങ്ങിന് പോകണമെന്ന് പറയും. അപ്പോഴും ഇപ്പോൾ ഔട്ടിങ്ങിന് പോകേണ്ട കാര്യം എന്താ എന്ന് വൈജയന്തി ചോദിക്കാം. അപ്പോഴും ഇപ്പോൾ പോകാൻ തോന്നി പോയി. അപ്പോൾ പറയും, ഇവിടെ ഉണ്ടാക്കി ഫുഡൊക്കെ പിന്നെ ആര് കഴിക്കുന്ന, ഇത്ര ഫുഡ് ഉണ്ടാക്കി വെച്ചാണ് കണ്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറയും, അത് കുഴപ്പമില്ലല്ലോ, ഇത് അമ്മയ്ക്കും സുനിതേച്ചിക്കും കഴിക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, എന്താ ഞങ്ങൾ ആനകളോ ഈ മാതിരി ഫുഡ് കഴിക്കാൻ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത് പറയും, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പോൾ രാത്രി നമുക്ക് എടുക്കാമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ എടാ രോഹി, നീ സ്ഥിരം പുറത്ത് പോയിട്ട് ബിരിയാണി കഴിക്കുന്നില്ലേ, നിനക്കും ബിരിയാണി കഴിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ രോഹി പറയും, എനിക്ക് ബിരിയാണി വേണ്ട, ഞാൻ കുഴിമന്തി കഴിക്കാൻ പോകുന്നത് പറയും. അപ്പോൾ എന്ന് പറയും വൈജയന്തി ബാലൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ബാലചന്ദ്രൻ എന്നോട് പക തീർക്കും അല്ലേ, ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ എന്നൊക്കെ ഇനി ചോദിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ പറയാം. ബാലചന്ദ്രൻ പറയും, എനിക്ക് ഇന്ന് അവധിയുണ്ട്, നാളെ ആയാൽ പറ്റില്ല, ഇനി ഒരവസരം കിട്ടണമെങ്കിൽ അടുത്ത വർഷമാവണം ചിലപ്പോൾ, അപ്പോൾ അതുകൊണ്ട് വരണവർക്ക് വരാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് പോയി. അപ്പം മക്കളും വൈജയന്തിയുടെ അടുത്ത് പറയും, അന്ന് ഞങ്ങൾ പോയിട്ട് പറ്റേ അമ്മേ എന്ന് പറഞ്ഞ് അവരും പോകട്ടെ. അപ്പോൾ ഇത് കാണുമ്പോൾ വൈജയന്തിക്ക് ഇത് ദേഷ്യം വരും. പിന്നെ വൈജയന്തി ആ വേലക്കാരിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് നീങ്ങി ചെല്ലും. ആ സുനിത ചോദിക്കും, അല്ല ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും മാഡം ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, എന്ത് ചെയ്യാൻ, എന്നെ തോൽപ്പിക്കാനാ, ഇതൊക്കെ ശരിക്കും ആ തോട്ടിലേക്ക് എറിയാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരൊരു അയ്യോ തോട്ടിലേക്കോ, അപ്പോഴും ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ എന്നാ എന്ന് ചോദിക്കും. അപ്പോൾ കൊണ്ടുപോയി എവിടെയെങ്കിലും വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ സുനിത പറയും, പിന്നെ ഞാനെന്തിനാ വിശന്നിരിക്കുന്നത്, ഞാൻ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് സുനിത കഴിക്കാൻ പോവാട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അലീന മനുവിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ മനു അലീനയുടെ പേര് കാണുമ്പോൾ ഓടി വന്ന് വേഗം തന്നെ ഫോൺ എടുക്കും. അപ്പോൾ ചോദിക്കും, എന്താ പെണ്ണെ സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, എന്താ ചെറുക്ക സുഖമാണോ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ അവരങ്ങനെ ചിരിക്കുക. അപ്പോൾ മനു ചോദിക്കും, എന്തായി കേണലിനെ നീ നിൻ്റെ വശത്താക്കിയോ എന്ന് ചോദിക്കും. അപ്പോഴും ചെറുതായിട്ടൊക്കെ. അപ്പോഴും എങ്ങനെയാ, നിന്നോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അച്ഛനെ പോലെ അല്ല എന്ന് പറയും. അപ്പോൾ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ മനുവേട്ടാ, പക്ഷേ അച്ഛനെ പോലെയല്ല, കേണലിന് ഇപ്പോഴും പട്ടാളത്തിലാണെന്ന വിചാരം, ആ ഒരു റൂളും സിസ്റ്റമൊക്കെ ഫോളോ ചെയ്ത് എല്ലാവരെയും ഇങ്ങനെ ഷൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ ഇല്ലേ മനുവേട്ടാ, ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്, എന്തൊരു ദൂർത്ത, അവരുടെയൊക്കെ ദൂർത്ത്, ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് കേണലിൽ ഇതില്ല എന്ന് പറയും. അപ്പോൾ മനുവേട്ടൻ പറയും, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയും. പിന്നെ എന്താ വിശേഷം, 24 മണിക്കൂറും കുടിയാണ് മനുവേട്ടാ, എപ്പോഴും കുടിയാണ്. പറയും, നീ ഇനി പടയ്ക്കൊരുങ്ങാൻ പോവാണോ കേണലായിട്ട് എന്ന് പറയും. അപ്പോൾ അലീന പറയും, എനിക്ക് തോന്നുന്നത് അടുത്ത് തന്നെ ഞാനും കേണലിൽ തമ്മിൽ ഏറ്റുമുട്ടുമെന്നാണ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനു പറയും, ആദ്യം അവിടെ വേരുറപ്പിക്കുക, എന്നിട്ടാവാം യുദ്ധമൊക്കെ എന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അലീന പറയും, അതെ, എനിക്ക് പേടിയാണ് പപ്പയുടെ കാര്യം ഓർക്കുമ്പോൾ, 24 മണിക്കൂറും കുടിയാണ്, കുടിച്ചോണ്ടാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ എനിക്ക് പേടിയാണ്, കുടിക്കാത്ത ബ്രിജിത്താമ്മയ്ക്ക് ലിവർ സിറോസിസ് വന്നാണ് മരിച്ചത്. അപ്പോൾ ഈ മാതിരി ഇങ്ങനെ കുടിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ മനു പറയും, അതിന് ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആരോഗ്യത്തിനൊന്നും. അപ്പോൾ എങ്ങനെ അറിയാം, അകത്ത് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന പറയും, പിന്നെ മനു കേട്ടോ ഒരു കാര്യം വിട്ടുപോയി, ഇവിടെ സ്റ്റാൻഡി പപ്പയുടെ പപ്പ വന്നിരുന്നു, ഔതക്കുട്ടിച്ചായ, എന്നെ ഇവിടെ നിന്ന് വർത്തിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ പുള്ളിക്കാരൻ എന്നെ കണ്ടോടുകൂടി ഫ്ലാറ്റായി എന്ന് പറയും. അപ്പോഴും അതെന്നാ എന്ന് മനു ചോദിക്കും. അപ്പോഴും അതെ,
പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ പേരായിരുന്നു ചിന്നമ്മ. ആ ചിന്നമ്മയുടെ തനി പകർപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ കണ്ടപ്പോൾ ആകെ നടുങ്ങിപ്പോയി എന്ന് പറയും. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചിന്നമ്മ പണ്ടേ മരിച്ചു പോയത്. ആ മരിച്ചു പോയതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ചു എന്ന്. അതും ഒരു പ്രത്യേകത തന്നെയാണ് എന്നൊക്കെയാണ് പറയാം. അപ്പം മനുവേട്ടൻ പറയും, അതൊക്കെ പോട്ടെ, നീ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ മനു ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കുളത്തൂർ പുഴ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ നേരത്തെ നമ്മുടെ ബാലനും മക്കളും കൂടി ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കുക. അപ്പോൾ കാറിൽ ഇന്ന് ബാലൻ പറയും, നിങ്ങൾക്കറിയാലോ അലീന ചേച്ചി എന്തിനാ ഇവിടെ നിന്ന് പോയെന്ന്. നിങ്ങളുടെ അമ്മേനെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾക്ക് ഒരു അമ്മയില്ലാതെ ജീവിക്കേണ്ട സ്ഥിതി വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് നോക്കണം. പിന്നെ എൻ്റെ കാര്യം വിട്ടേക്ക്, അവൾ എന്നെ തോൽപ്പിക്കാൻ എടുക്കുന്ന ആയുധങ്ങളായിരിക്കും നിങ്ങൾ. അപ്പോൾ അച്ഛനെ വിട്ടേക്കുക, എനിക്ക് എൻ്റെ കാര്യം നോക്കാനൊക്കെ അറിയാം പറയും. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മക്കളിങ്ങനെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ബാലചന്ദ്രൻ പറയണ കേട്ടിങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.